കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി തിരുത്സവവും ചമയവിളക്കെഴുന്നള്ളത്തും ജനുവരി 27-ന് നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ചമയവിളക്കെഴുന്നള്ളപ്പ് ഏറെ പ്രസിദ്ധമാണ്. കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി തിരുത്സവം ചമയവിളക്ക് എഴുന്നള്ളത്തും ജനുവരി 27-ന് നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി പ്രസിഡന്റ് TR മോഹനൻ തോണിപ്പുറത്തും സെക്രട്ടറി MB ശ്രീരാജ്, ഖജാൻജി അനിൽകുമാർ പിച്ചകപ്പള്ളിയും അറിയിച്ചു. കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി തിരുവുത്സവം ജനുവരി മാസം 21-ാം തീയതി ആരംഭിച്ച് ഭാഗവത സപ്താഹയജ്ഞത്തോടുകൂടി ആരംഭിച്ചിട്ട് 27-ാം തീയതി മകരഭരണി തിരുവുത്സവം നടക്കുന്നതാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ജനുവരി മാസം 27-ാം തീയതി രാവിലെ കോട്ടാങ്ങൽ ഭഗവതിയെ എഴുന്നള്ളിച്ച് അമ്മമാർ രണ്ടുപേരും കൂടി എല്ലാ എഴുന്നള്ളത്തിലും പങ്കുകൊള്ളുന്നതാണ്. അതിന് 7 ദിവസത്തെ വ്രതശക്തിയോടുകൂടി അമ്മമാർ വിളക്കെടുപ്പിൽ പങ്കെടുക്കുന്നു. അത് ചമയവിളക്ക് എഴുന്നള്ളത്തെന്നാണ് അറിയപ്പെടുന്നത്. അമ്മയുടെ നാമത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടുത്തെ ചമയവിളക്ക് എഴുന്നള്ളത്ത് ഏറെ പ്രസിദ്ധമാണ്. മകരഭരണി തിരുവുത്സവ നാളിൽ രാവിലെ 7:30-ന് കോട്ടാങ്ങൽ ശ്രീ ഭഗവതിയെ ക്ഷേത്രക്കടവിൽ നിന്നും സ്വീകരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കും. 10 മണിക്ക് ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടിലെത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉച്ചപൂജ നടക്കും. തുടർന്ന് ഏലൂർ ബിജുവിന്റെ നേതൃത്വത്തിൽ കൊട്ടിപ്പാടി സേവ നടക്കും. 2-ന് ഉച്ചവിളക്കും 7:15-ന് ദീപാരാധന, 7:45-ന് കവിയൂർ സദാശിവന്റെ നേതൃത്വത്തിൽ സന്ധ്യാമേളം നടക്കും. രാത്രി 10-ന് സന്ധ്യാവിളക്ക് എഴുന്നള്ളത്തും. 12:30-ന് OS സതീഷ് ആധ്യാത്മിക പ്രഭാഷണവും നടത്തും. 1:30-ന് നാമജപലഹരി നടക്കും. പുലർച്ചെ 4-ന് വിളക്കെഴുന്നള്ളത്തും 4:30-ന് അകത്തെഴുന്നള്ളിപ്പും നടക്കും.